വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു പുതിയൊരു ഐറ്റമാണ് പർദ കപ്പ ബിരിയാണി. ഇതൊരു വെറൈറ്റി ഡിഷാണ് പർദ കപ്പ ബിരിയാണി. ഇതിനു മുമ്പ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമുക്കെന്നാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കോക്കനട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്, പിന്നെ ചിക്കൻ അതൊരു 2 LB ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് കപ്പ വേണം, അതൊരു 1 കിലോ ഉണ്ട്. ഇനി അതിൻ്റെ പർദ്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ പ്രിപ്പയർ ചെയ്യണം. അതിന് ഞാനിവിടെ 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് കുഴച്ചെടുക്കണം. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കപ്പ വേവിക്കണം. അതിന് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് ടർമറിക് പൗഡർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കപ്പ എടുത്തിടാം. ഇത് ഇനി അതിൽ കിടന്നിട്ട് കുക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് സെയിം ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗ്രീൻ ചില്ലി നന്നായിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യണം. ഓണിയൻ ഒന്ന് വാടി കഴിയുമ്പം ഇത്തിരി ഇത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സായ ഓണിയനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആ മസാലയുടെയൊക്കെ പച്ച സ്മെല്ലുണ്ടല്ലോ അതെല്ലാം മാറി വരുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് കറി ലീഫും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത്. ഇതാണ്ട് മസാലയുടെയൊക്കെ റോസ്മെല് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ടൊമാറ്റോ ഉണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്. ഇനി ഇതിൽ കിടന്നിട്ട് ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാവണം. ഞാൻ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് ടൊമാറ്റോ എല്ലാം കുക്കായി നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാനിപ്പം വാട്ടർ ആഡ് ചെയ്യുന്നില്ല. ഈ മസാലയെല്ലാം നല്ലോണം ചിക്കനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ചിട്ട്. ഇനി നമുക്കിത് ഒരു ലിഡ് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതാ ചിക്കനിൽ നിന്നൊക്കെ വാട്ടർ വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കുക്കായി. ഇനി കുറച്ച് ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരണം. ഇപ്പോൾ ഇതാണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ വേവിച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് കപ്പ അധികം ഉടച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഓയിലും കുറച്ച് കറി ലീഫും ഫ്രൈ ചെയ്ത കോക്കനട്ടും കൂടെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മറ്റേ പർദ്ദ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാണ്ട് കപ്പ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനകത്ത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. കൂളാവണം. കൂളായതിന് ശേഷം നമുക്ക് മറ്റേ പർദ്ദ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ്ട് ഇപ്പോൾ ഞാൻ ഡോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കണം തിന്നായിട്ട്. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനെ പെട്ടെന്ന് നമുക്ക് പാനിലോട്ട് വെക്കാൻ പറ്റും. ഈ പാനിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഓയിലൊന്നും തേച്ചിട്ടില്ല, ജസ്റ്റ് വെക്കുവാണ് ഇത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ടും കൂടെ ഫ്രൈ ചെയ്തത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണി എടുത്ത് ഇതിനകത്തോട്ടാക്കാം. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിൽ കുറച്ച് കോക്കനട്ടും കുറച്ച് കറി ലീഫും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യണം. ഇതാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റൗവിൻ്റെ ടോപ്പിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം.
ഇപ്പോൾ ഏതാണ്ട് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അത് കെയർഫുൾ ആയിരിക്കണം തിരിച്ചിടുമ്പോൾ. ദാ ഇതേപോലെ വരണം ബ്രൗൺ കളറ് 2 സൈഡിലും. ഇനിയിപ്പോൾ മറ്റേ സൈഡും അതിൻ്റെ എഡ്ജ് എല്ലാം നല്ലതായിട്ട് കുക്കാവണം. അങ്ങനെ നമ്മുടെ പർദ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയെക്കാട്ടിലും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത്. നമ്മൾ ഇതിൻ്റെ ക്രസ്റ്റൊക്കെ ഇല്ലേ മൊത്തത്തിൽ കവർ ചെയ്തു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് നല്ല ആവിയിൽ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമല്ലായിരുന്നു. അന്നേരം അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ട്. പുറത്തെ ക്രസ്റ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിപ്പം കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ആവിയൊക്കെ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് പിസ്സ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കണക്ക് നമുക്ക് ചെയ്യാം. വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്